വയനാട് ചുരിമലയിൽ പിടിയിലായ കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. പരിക്കുകൾക്ക് ഇവിടെ ചികിത്സ നൽകും. വയനാട് സൗത്തിലെ 9-ാം നമ്പർ കടുവ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൂട്ടിലായത്. സുജിത്ത് അയ്യപ്പത്ത് നൽകും വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സുജിത്ത്, സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. ഈ പരുക്ക്, കടുവയ്ക്കുള്ള പരുക്ക്, അത് എത്രമാത്രം ഗുരുതരമാണെന്നാണ് അധികൃതർ നൽകുന്നത് വിവരം? ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിയത്. ഇതിനുശേഷമാണ് കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ നിന്നും കടുവയെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. DFO ഷജന കരീം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം കൂടി നടത്തിയിരുന്നു. കാരണം ഇതിനെ അവിടെ വെച്ച് പരിചരണം പൂർണ്ണമായ രീതിയിൽ നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പല്ലിനും അതോടൊപ്പം തന്നെ കാലിനുമാണ് ഈ കടുവയ്ക്ക് പരിക്ക്. ടെറിട്ടറി ഇൻഫൈറ്റിന്റെ ഭാഗമായി ഇതിന് ഇത്തരത്തിൽ പരിക്കുകൾ സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലാണ്. DFOയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അത് കേട്ട ശേഷം ഞാൻ തിരികെ സുജിത്തിലേക്ക് എത്താം. ഡോക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പല്ലുകൾ ചെറിയ ഇഷ്യൂ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെയിലിന് ചെറിയ കാലിൻ്റെ കൈ ഭാഗം ഫ്രണ്ട് ലിംസിന് നെയിൽ ചെറിയ ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാം. അതെ, നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. തിരുവനന്തപുരം ഉണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പം നെയ്യാറിൽ ചില ഇൻഫ്രാസ്ട്രക്ചറിനുമായി ബന്ധപ്പെട്ട് റോഡുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ചെറിയ റിപ്പയർ ആവശ്യമുണ്ട്. അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ ആ ഓപ്ഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ, 2-3 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സുജിത്തെ, ഇപ്പോൾ വ്യക്തമാണ് ആ പരിക്കുകളെ സംബന്ധിച്ച് DFO വ്യക്തമാക്കുകയായിരുന്നു. അന്ന് കടുവയെ പിടികൂടിയ സമയത്തും പല നാട്ടുകാരും ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു, എന്താണ് ഈ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് സംബന്ധിച്ച്. അപ്പോൾ അന്നും പരിക്കുണ്ട്, അതുകൊണ്ട് മാറ്റുന്നു എന്ന് DFO പറയുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ പരിക്കിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നു, അവിടെ തന്നെ ഈ പരിക്കിന് ശേഷം വീണ്ടും അവിടെ തുടരും എന്ന് തന്നെയാണോ വ്യക്തമാക്കുന്നത്? വയനാടിനെ സംബന്ധിച്ച് പ്രജീന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് കുപ്പാടിയിലെ വനംവകുപ്പിന് കീഴിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിൽ നിലവിൽ കടുവകളുടെ എണ്ണം 6 ആണ്. അത് പരമാവധി എണ്ണമാണ്. ഈ ചൂരിമലയിൽ നിന്നും പിടികൂടിയ കടുവ കൂടി ആയപ്പോൾ എണ്ണം 7 ആയി. സ്വാഭാവികമായും അവിടെ പരിപാലിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഈ കുപ്പാടിയിലെ കേന്ദ്രത്തിൽ. ഇതാണ് കടുവയെ മാറ്റാനുള്ള ശ്രമത്തിലേക്ക് എത്തിയത്. കൃത്യമായ രീതിയിലുള്ള ചികിത്സ കൂടി കടുവയ്ക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുത്തൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. ഈ കടുവ തന്നെയാണ് ഈ വാഗേരി അടുത്തുള്ള CC എന്ന് പറയുന്ന പ്രദേശത്ത് ഈ വ്യാപകമായ രീതിയിൽ തന്നെ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നിരുന്ന കടുവ ഈ കടുവ തന്നെയാണ്. മാത്രമല്ല ഈ കൊളകപ്പാറ, ചൂരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ വന്യമൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ എല്ലാം തന്നെ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നിരുന്ന കടുവയാണിത്. ബീനാച്ചി എസ്റ്റേറ്റിലാണ് ഇത് ഉണ്ടായിരുന്നത് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. കാരണം ചൂരിമല എന്ന് പറയുന്ന പ്രദേശം ബീനാച്ചി എസ്റ്റേറ്റിനടുത്താണ്. ഈ ബീനാച്ചി എസ്റ്റേറ്റ് മധ്യപ്രദേശ് സർക്കാരിന്റെ കീഴിലുള്ള എസ്റ്റേറ്റാണ്. കൃത്യമായ രീതിയിലുള്ള പരിപാലനമില്ല. കാട് പോലെ തന്നെയാണ് ഈ എസ്റ്റേറ്റ് നിലകൊള്ളുന്നത്. 500 ഏക്കറിലധികം ഭൂമിയുണ്ട്. ആ ഭൂമി ഒരു തരത്തിലുള്ള പരിപാലനവും ഇല്ലാത്തതിനാൽ തന്നെ അത് കാട് മൂടി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്യമൃഗങ്ങളുടെ കേന്ദ്രമാണ് എന്നുള്ളത് ആളുകൾ ആരോപിക്കുന്നത്. ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. ആ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലേക്ക് എത്തിയ സമയം മധ്യപ്രദേശ് സർക്കാരുമായി കൂടിയാലോചിച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത്തരം നടപടികളിലേക്കൊന്നും തന്നെ കടന്നിരുന്നില്ല. അതാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി എസ്റ്റേറ്റ് മാറാനുള്ള കാരണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. എന്തായാലും WYS, അതായത് വയനാട് സൗത്തിലെ 09 എന്നാണ് ഈ കടുവയുടെ പേര്. ഇത് ടെറിട്ടറി ഇൻഫൈറ്റിന്റെ ഭാഗമായി തല്ലുകൂടി തോറ്റ കടുവ എന്നുള്ള തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരിക്കുകളും കാണുന്നത്. പല്ലിനുണ്ട്, കാലിലെ നഖത്തിന് പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായുള്ള ചികിത്സ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നൽകാനുള്ള തീരുമാനമാണ്. നേരത്തെ മൂടക്കൊല്ലിയിലെ കടുവയെയും വാളെക്കൊല്ലി കടുവയെയും പുത്തൂരിലേക്ക് മാറ്റിയിരുന്നു. 2ാമത്തെ കടുവയാണ് ഇപ്പോൾ പുത്തൂരിലേക്ക് മാറ്റുന്നത്. സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകി.